മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത്. അക്രമ സ്വഭാവമുള്ള വീഡിയോകൾ കുട്ടികൾ കാണുന്നത് നിയന്ത്രിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് 24-നോട് പറഞ്ഞു. കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷം പരസ്യ പോർവിളിയിലേക്കും ആയുധമുപയോഗിച്ചുള്ള സംഘർഷത്തിലേക്കും തിരിഞ്ഞത് ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സംഭവത്തിൽ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ മുൻപ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് മരിച്ചതോടെയാണ് വിശദമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയത്. സിനിമകളും റീലുകളും കുട്ടികളെ സ്വാധീനിക്കുമെന്നും ഇതിൽ നിയന്ത്രണം അനിവാര്യമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എസ് ഷാനവാസ് 24-നോട് പറഞ്ഞു. കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. വിദ്യാർത്ഥിയുടെ മരണം ഗൗരവമായി കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രതികരിച്ചു. സ്കൂളുകൾ അതുപോലെ കുട്ടികൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവണമെന്നും കൂടെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം അക്രമ സംഭവങ്ങളിൽ നിന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ സ്കൂളുകളിൽ പ്രത്യേക ക്യാമ്പയിൻ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.